ദേ ഇവനാണ് ആംബ്രോസ്, പ്രതിജ്ഞ എടുത്തവരിൽ ഒന്നാമൻ. ഇത് സിബി, പ്രതിജ്ഞ എടുത്തവരിൽ രണ്ടാമൻ. എവിടെ പോയി കിടക്കായിരുന്നാ? രാവിലെ വിളിച്ചുണ്ടാക്കിയല്ലേ ഒരിത്തിരി പെയിന്റിന്. എന്നോടൊക്കെ പറഞ്ഞ എന്നെ ഉണ്ടല്ലോ പെയിന്റും പാട്ടൊക്കെ അറിയണം. ഒന്നും പറയണ്ടളിയാ, പെയിന്റ് എടുത്ത് വരുന്ന വഴിക്ക് ഒരു ഓട്ടം കിട്ടി. ഒരു തൈക്കളവേ ഏറ്റിക്കൊണ്ട് പോന്നു. ഇറങ്ങേണ്ട സ്ഥലത്തെപ്പോഴേ അയാള് വൻ വില്ലൻ കീരി. മീറ്റർ ഇല്ല, കാശ് തരില്ല, മാങ്ങയാ തേങ്ങയാ. അവസാനം ഒന്നും രണ്ടും പറഞ്ഞ് കളമൂത്തപ്പോ ഞാൻ കയറി കുത്തിനങ്ങ് പിടിച്ചു. നാട്ടുകാർ ഓടിക്കൂടി. എന്നിട്ട് എന്നെ മാപ്പ് പറഞ്ഞു. അയാളോ? ഞാൻ. എന്തിന്? ഞാൻ അയാളുടെ കുത്തിന് പിടിച്ചതിന് മാപ്പ് പറയിച്ചിട്ട് എന്നെ നാട്ടുകാർ വിട്ടെ. അതല്ലേ വൈകിയേ? എടാ ഇവിടെ ഉച്ചയോടെ നിന്റെ പണിയായത്. പെയിന്റ് ഇല്ല, പിന്നെ എന്നെ എടുത്തിട്ട് വെച്ച് അടിക്കും. നിനക്കൊരു 10 രൂപ കിട്ടിക്കോട്ടെന്ന് കരുതിട്ടാ നിന്നോട് പറഞ്ഞത്, അല്ലാതെ വേറെ ഓട്ടോക്കാരില്ലാഞ്ഞിട്ടല്ല. ഒന്ന് ക്ഷമിക്കളിയ. ക്ഷമിച്ചളിയ. നീ പെയിന്റ് വെച്ചിട്ട് വന്നേ. ഇതാ കസേരന്ന് ഓട്ടോ ഓടിക്കുന്ന പോലെ അല്ല ഈ പണി. ഓഹോ, ഇതിന്റെ ഇടയിലോട്ട് കയറിയിട്ട് ആഴ്ച ഒന്നായി. ഒരു ലാർജ് പോലും അടിക്കാൻ പറ്റിയിട്ടില്ല. രാത്രിയും പകലും പണി. ഇന്നാ ഒന്ന് ഒതുങ്ങിയത്. ഇന്നൊരു ഫുൾ എടുക്കണം. അതിന് നീ ഇന്ന് കാശ് മുടക്കണ്ട മോനെ. അതെന്നാ? ഇന്ന് നമ്മുടെ ഷിബുച്ചേട്ടന്റെ പിറന്നാളാ. രാത്രി ഷിബു ടൈലറിംഗ്സിൽ പാർട്ടി. പിന്നെ ഉപ്പിക്കുള്ള കാശാ കീച്ചക്കാത്തിരിക്കുന്നേ. ഷിബുണ്ണന്റെ പിറന്നാളും ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. എത്രാമത്തെയാ? കൃത്യമായിട്ട് അറിയത്തില്ല, എന്നാൽ SLC ബുക്ക് നോക്കിട്ട് പറയാന്ന പുള്ളി പറഞ്ഞേ. അതെ, ഉപ്പിക്കുള്ള കാശേ ഉള്ളൂ, ടച്ചിങ്സ് നമ്മൾ വെട്ടണം. അതിനെന്നാടാ, ആനയുള്ളപ്പോ തോട്ടി മേടിക്കാനാണോ പാട്? നീ കോപ്പന വിളിയടാ. ഒരെണ്ണം ഒറ്റ വലിക്ക് അടിച്ചിട്ട് അവനുണ്ടാക്കുന്ന പൊറോട്ടയെന്ന് ഇച്ചേരെ കീറി അതിനകത്ത് ബീഫും മടക്കി വെച്ചടിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ. വായിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കണ പട്ടി. നീ അവനെ വിളി. ഇങ്ങട് വാ. പിന്നെ ഇവൻ ജോപ്പൻ, പ്രതിജ്ഞ എടുത്തവരിൽ മൂന്നാമൻ. പറടാ. ഹലോ മിസ്റ്റർ കോപ്പൻ. കോപ്പൻ നിന്റെ തന്ത. ജോപ്പൻ അതാണ് എന്റെ തന്ത, എനിക്കിട്ടാണ് പേര്. അങ്ങനെ ഉണ്ടാക്കിയാ മതി. വെള്ളം എവിടെയാ? ശിവേട്ടന്റെയോ? പുള്ളിക്ക് പിറന്നാളൊക്കെ ഉണ്ടല്ലേ? ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഡോ കണേ, എന്നാടാ ഒരു പാർസൽ എഴുതിക്കോ. പാഴ്സലോ? 20 പൊറോട്ട, 20 4 ബീഫ് ഫ്രൈ, 4 ബീഫ് ഫ്രൈ, 5 താറാവ് ഡബിള്, 5 താറാവ് ഡബിള്, ഇത്തിരി ചിക്കന്റെ പൊടി ഇട്ടോണേ. ചിക്കന്റെ പൊടി. ശരി ശരി, ഓക്കെ. സമയത്തുണ്ടെന്നേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ശുഭേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ഒരു പാവം തയ്യക്കാരനായി എനിക്ക് പിറന്നാൾ ആഘോഷം സാധ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ പേരിലും എന്റെ ഈ കടയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. പിറന്നാൾ ആഘോഷത്തിൽ ഇനി അടുത്തതായിട്ട് മദ്യപാനമാണ്. ഇതാ കള ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരെയും ഈ കളത്തിലേക്ക് ഞാൻ ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇതെന്തുകൂടിയാണ് കൂമ്പോടി പോണ്ട. മദ്യപിക്കാൻ അറിയാവുന്നവൻ. താങ്ക് യു. ആരാ കിടന്ന് പെടക്കല്ലേ? ഷിബുട്ടാ, ഷിബുവേട്ടന് വർഷത്തിൽ ഒരു പിറന്നാളേ ഉള്ളോ അതോ ഡേറ്റ് മാറ്റി വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടടാ, 2 എണ്ണം ഉണ്ട്. അതെന്നാ? ഒന്ന് ഡിസംബറിലും ഒന്ന് ഒക്ടോബറിലും. ഇപ്പൊ ഉള്ള ബർത്ത്ഡേ തന്നെ എന്താണെന്നറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ ഒരു ഡേറ്റ്, അമ്മ പറഞ്ഞ വേറെ ഡേറ്റ്, വൈറ്റ് ആയിട്ട് പറഞ്ഞ വേറെ ഡേറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തതാ. ഇതുപോലെ ഓസിന് കള്ളു കുടിക്കാറില്ല, അതുകൊണ്ടാ. കാശ് മുടക്കി അടിക്കണോടാ, കാശ് മുടക്കി അടിക്കണം. അല്ലാതെ ഇങ്ങനെ ഉണ്ടല്ല തിരുമ്മി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതിനെ കാശ് വേണ്ടേ? ദരിദ്രര്. ഒരുത്ത പെയിന്റ് പണിക്കാരൻ തച്ചെത്ര 900 1000. ഒരുത്ത പൊറോട്ട അടിക്കാരൻ തച്ച് 600 700. ഒരുത്തം വാടക ഓട്ടോ എടുത്ത് ഓടിക്കുന്നു. അവൻ തട്ടിക്കുന്നതും വെട്ടിക്കുന്നതും ബാക്കി കൊടുക്കാതിരിക്കുന്നതും കൂട്ടി അവൻ എത്ര കിട്ടുന്ന അവന് പോലും അറിയില്ല. അതിനിവര് കാശ് പൂഴ്ത്തി വെക്കല്ലേ അംബാനിമാരാൻ വേണ്ടിട്ട്. അതേടാ, അംബാനിമാരാവൻ. ഞാൻ ആംബ്രോസ് അംബാനി. ഞാൻ ജോപ്പൻ അംബാനി. ഇവൻ സിബി അംബാനി. അല്ല, ആരി അംബാനി. ഈ പൂഴ്ത്തിവെപ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമമാണ് ഷിബോട്ടാ. അതെ, കിട്ടുന്നതിൽ ഞങ്ങളുടെ കുടുംബത്തിനെയും ചെലവ് കഴിഞ്ഞ് ഒന്ന് മാറ്റി വെക്കും. അതിൽ ഇവന്റെ എത്ര ഇവന്റെ എത്ര എന്റെ എത്ര എന്നൊന്നും ഇല്ലെന്ന് മാറ്റി വെക്കും. ഒന്ന് പിടിച്ചു കയറാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് നല്ലതേ. ഒരു ഓട്ടോ മേടിക്കണം, അതും CC ഇല്ലാതെ റൊക്കം പൈസ കൊടുത്ത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റിലത്തെ ആദ്യ പടി.
അതീ പിടിച്ചൊരു കയറ്റമുണ്ട്, റോക്കറ്റ് പോലെ. അതിനു വേണ്ടി ഏട്ടാ വല്ല നാട്ടിൽ നിന്നും വന്നാ ഒറ്റമുറി വാടകയ്ക്ക് താമസിക്കുന്നേ. അയ്യോടാ. ഈ ഓട്ടോ ഓടി കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങളൊരു കാർ വാങ്ങും. കാർ ഓടി കിട്ടുന്ന ലാഭം കൊണ്ട് ഞങ്ങളൊരു മിനി ലോറി വാങ്ങും. ആ മിനി ലോറി എന്നൊരു വലിയ ലോറി, ഒരു ബസ്, ഹോട്ടൽ, ബാർ, ഒരു വലിയ ഫ്ലാറ്റ്, റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി. അയ്യോ എങ്ങനെ കഴിഞ്ഞിരുന്നു ഉമ്മാരാ? ഒറ്റ രാത്രി കൊണ്ടല്ലേ ഉമ്മാരെല്ലാം രക്ഷപ്പെട്ടത്. ഞാനിപ്പോഴും പഴയ ബ്ലൗസും ചക്രവും ചവിട്ടി ഇവിടെ കിടക്കണല്ലാതെ ഒരു നിവൃത്തിയില്ല. ആശാനെ എന്താ കരയുന്നേ? എടാ ഉമ്മാരൊക്കെ രക്ഷപ്പെട്ടടാ. അയ്യോ ഉമ്മാരൊന്നും രക്ഷപ്പെട്ടില്ല. ആശാൻ വെറുതെ വെള്ളം അടിച്ച് ഓവറായിട്ട് തോന്നുക. പിന്നെ ഞാൻ പേടിച്ചു പോയി. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് ഓർത്ത് സന്തോഷായിട്ടാ. ആരും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലേ അന്ന് ഞാൻ അറ്റാക്ക് വന്ന് ചത്തു.